നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ UPSCക്ക് തയ്യാറാകുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ഭാഗമാണ്. അതായത് വിദ്യാഭ്യാസം. പുതിയ വിദ്യാഭ്യാസ നയങ്ങളും വിദ്യാഭ്യാസ പുതിയ പദ്ധതിയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. എല്ലാവരും വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ കാണുമ്പോൾ തന്നെ എഴുതി വെക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ് സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്കൂൾ പാഠ്യപദ്ധതി, അധ്യാപനം എന്നിവ സംബന്ധിച്ച് 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ചില നിർദ്ദേശങ്ങൾ ചുവടെ പറയുന്നു. സ്കൂൾ പാഠ്യപദ്ധതി, അധ്യാപനം എന്നിവ 5+3+3+4 മാതൃകയിൽ പുനഃക്രമീകരിക്കും. ഒന്നാമതായി തന്നിട്ടുള്ള ഓപ്ഷനാണിത്. രണ്ടാമത്തത്, പാഠ്യബോധന ഘടന 3-8, 8-11, 11-14, 14-18 വയസ്സ് എന്നിവയ്ക്കനുസരിച്ച് പുനഃക്രമീകരിക്കും. മൂന്നാമത്തെ ഓപ്ഷൻ, അടിസ്ഥാന വിദ്യാഭ്യാസ ഘട്ടത്തെ 2 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. നാലാമത്തത്, ക്രോസ് കരിക്കുലർ ബോധന സമീപനമായ ആർട്ട് ഇൻ്റഗ്രേഷൻ രീതി അവലംബിക്കും. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്ന് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ശരിയായ ഓപ്ഷൻ സി ആണ്. അതായത് 1, 2, 3, 4 ശരിയാണ്. അതായത് ഈ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ നിർദ്ദേശങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ഒന്നുകൂടി നമുക്ക് നോക്കാം ആ നിർദ്ദേശങ്ങൾ ഏതൊക്കെയാണെന്ന്. സ്കൂൾ പാഠ്യപദ്ധതി, അധ്യാപനം എന്നിവ 5+3+3+4 മാതൃകയിൽ പുനഃക്രമീകരിക്കും. പാഠ്യബോധന ഘടന 3-8, 8-11, 11-14, 14-8 വയസ്സാണ്. 14-18 വയസ്സ് എന്നിവയ്ക്കനുസരിച്ച് പുനഃക്രമീകരിക്കും. അടിസ്ഥാന വിദ്യാഭ്യാസ ഘട്ടത്തെ 2 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ക്രോസ് കരിക്കുലർ ബോധന സമീപനമായ ആർട്ട് ഇൻ്റഗ്രേഷൻ രീതി അവലംബിക്കും. ഈ 4 കാര്യങ്ങളും 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമാണെന്ന് നോക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയത്തെ വിദ്യാഭ്യാസ മന്ത്രാലയം എന്ന് പുനർനാമകരണം ചെയ്തത് ഏതിൻ്റെ ശുപാർശ പ്രകാരമാണ്? കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയത്തെ വിദ്യാഭ്യാസ മന്ത്രാലയം. കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയത്തെ വിദ്യാഭ്യാസ മന്ത്രാലയം എന്ന് പുനർനാമകരണം ചെയ്തത്. അത് 2020 വിദ്യാഭ്യാസ നയം. മുകളിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ഭാഗം തന്നെയാണ്. 2020 വിദ്യാഭ്യാസ നയപ്രകാരമാണ് കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയത്തെ വിദ്യാഭ്യാസ മന്ത്രാലയം എന്ന് പുനർനാമകരണം ചെയ്തത്. കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയം വിദ്യാഭ്യാസ മന്ത്രാലയം എന്ന് പുനർനാമകരണം ചെയ്തത് 2020 വിദ്യാഭ്യാസ നയപ്രകാരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏതാനും പ്രസ്താവനകൾ ചുവടെ നൽകുന്നു. പുതിയ വിദ്യാഭ്യാസ നയം രൂപവൽക്കരിക്കാനുള്ള കമ്മിറ്റിക്ക് 2017 ജൂണിൽ കേന്ദ്ര സർക്കാർ രൂപം നൽകി. ഇതാണ് ഒന്നാമത്തെ പ്രസ്താവന. രണ്ടാമത്തത്, ഡോക്ടർ കെ കസ്തൂരിരംഗനായിരുന്നു കമ്മിറ്റിയുടെ തലവൻ. മൂന്നാമത്തത്, 2019 മെയ്യിൽ കമ്മിറ്റി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. നാലാമത്തത്, 2020 ജൂലൈയിൽ പുതിയ വിദ്യാഭ്യാസ നയത്തിന് കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകി. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന 3 ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി നമുക്ക് നോക്കാം. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പുറപ്പെടുവിച്ച ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അവിടെയുള്ള നിർദ്ദേശങ്ങളാണ് നമ്മൾ ആദ്യം നോക്കിയത്. സ്കൂൾ പാഠ്യപദ്ധതി, അധ്യാപനം എന്നിവ 5+3+3+4 മാതൃകയിലും വയസ്സിൻ്റെ കാറ്റഗറി 3-8, 8-11, 11-14, 14-16 എന്ന രീതിയിലും 14-18 എന്ന രീതിയിലും ക്രമീകരിച്ചിരിക്കുന്നു. അതേപോലെ
അടിസ്ഥാന വിദ്യാഭ്യാസ ഘട്ടത്തെ 2 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. കൂടാതെ ക്രോസ് കരിക്കുലർ ബോധന സമീപനമായ ആർട്ട് ഇൻ്റഗ്രേഷൻ രീതി അവലംബിക്കും. ഈ നിർദ്ദേശങ്ങളാണ് 2020 പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചത് കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയത്തെ വിദ്യാഭ്യാസ മന്ത്രാലയം എന്ന് പുനർനാമകരണം ചെയ്തത് ഏത് ശുപാർശ പ്രകാരമാണ്? 2020 വിദ്യാഭ്യാസ നയം. 2020 വിദ്യാഭ്യാസ നയപ്രകാരമാണ് കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയം വിദ്യാഭ്യാസ മന്ത്രാലയം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയെന്നായിരുന്നു. ആ പ്രസ്താവനകളൊക്കെ ശരിയായിരുന്നു. പ്രസ്താവനകൾ ഇതായിരുന്നു: പുതിയ വിദ്യാഭ്യാസ നയം രൂപവത്കരിക്കാനുള്ള കമ്മിറ്റിക്ക് 2017 ജൂണിൽ കേന്ദ്ര സർക്കാർ രൂപം നൽകി. 2020 രൂപീകരിച്ചത്. രൂപവത്കരിക്കാനുള്ള 2017 അത് രൂപം നൽകി. ഡോക്ടർ കെ കസ്തൂരി രംഗനായിരുന്നു കമ്മിറ്റിയുടെ തലവൻ. 2019 മെയ്യിൽ കമ്മിറ്റി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. 2020 ജൂലൈയിൽ പുതിയ വിദ്യാഭ്യാസ നയത്തിന് കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകി. അപ്പോൾ ഇന്ന് പഠിച്ചിരിക്കുന്ന വിദ്യാഭ്യാസം 3 ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്ത വീഡിയോയിൽ ഭരണഘടനയെക്കുറിച്ചുള്ള 5 ക്വസ്റ്റ്യൻസ്, 5 or 6 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പഠിക്കാം. 3 ക്വസ്റ്റ്യനും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മോടൊപ്പം നിങ്ങൾ പഠിച്ചു എന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസം. മുന്നേ പറഞ്ഞതുപോലെ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.